ആ വാതിൽ തുറക്കരുതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നൂറ്റാണ്ടുകളായി അതടഞ്ഞുകിടന്നു. ആ ഇരുട്ടിനു പുറത്ത് രാജ്യങ്ങൾ ഉദിച്ചുയർന്നു, അസ്തമിച്ചു. യുദ്ധങ്ങൾ നടന്നു, സാമ്രാജ്യങ്ങൾ തകർന്നു വീണു. പക്ഷേ ആ വാതിൽ അനങ്ങിയില്ല. 2011 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ വാതിൽ തുറക്കണം. ഉള്ളിൽ കയറിയ ആളുകൾ ഒരു നിമിഷം നിശബ്ദരായി നിന്നു. കണ്ണുകൾ വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല. ലോകം അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയായിരുന്നു അത്. തിരുവനന്തപുരം. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ക്ഷേത്രം നിലകൊള്ളുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ആ ഭൂമി ഒരു കേവല ആരാധനാലയം മാത്രമായിരുന്നില്ല. അതൊരു രാജ്യത്തിന്റെ ആത്മാവായിരുന്നു. തിരുവിതാംകൂർ ഒരു കാലത്ത് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്. ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തങ്ങളെ രാജാക്കന്മാരെന്ന് വിളിച്ചിരുന്നില്ല. അവർ സ്വയം വിളിച്ചത് പത്മനാഭദാസൻ എന്നായിരുന്നു. ഭഗവാന്റെ ദാസൻ. ഭരണം ഈശ്വരന്റേതാണ്, ഞങ്ങൾ വെറും ഉപകരണങ്ങൾ മാത്രം. ആ വിശ്വാസം അവരിലൊരു തീരുമാനമുണ്ടാക്കി. തങ്ങളുടെ രാജ്യത്തിനു ലഭിക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ഭഗവാൻ അർപ്പിക്കണം. ഒരു തലമുറ അങ്ങനെ ചെയ്തു. അടുത്ത തലമുറ അങ്ങനെ ചെയ്തു. ആ ചങ്ങല നൂറ്റാണ്ടുകൾ നീണ്ടു. സ്വർണം, രത്നങ്ങൾ, ഹീരകങ്ങൾ, വിദേശരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങൾ, യുദ്ധത്തിൽ ജയിച്ചു കിട്ടിയ കിരീടങ്ങൾ. ഓരോ വർഷവും ആ ഖജനാവ് നിറഞ്ഞു. ഓരോ പതിറ്റാണ്ടും അത് കവിഞ്ഞൊഴുകി. പക്ഷേ ആ സമ്പത്ത് ആരും ഉപയോഗിച്ചില്ല. ഉപയോഗിക്കരുതെന്ന് ആർക്കും പ്രത്യേകം പറയേണ്ടി വന്നിട്ടില്ല. അത് ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റേത് മനുഷ്യൻ തൊടരുത്. ആ ഒരൊറ്റ ബോധ്യം ആ ഖജനാവിനെ നൂറ്റാണ്ടുകൾ സംരക്ഷിച്ചു. ക്ഷേത്രത്തിനടിയിൽ 6 നിലവറകളുണ്ടായിരുന്നു. A, B, C, D, E, F എന്നിങ്ങനെ. 5 എണ്ണം തുറക്കാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നു. പക്ഷേ ഒന്നു മാത്രം, വോൾട്ട് എ. ആ വാതിൽ ആരും തൊട്ടിട്ടില്ലായിരുന്നു. 2011 ഒരു ജനഹിതാർത്ഥി ഹർജി സുപ്രീം കോടതിയിലെത്തി. ക്ഷേത്രഭരണം ശരിയാണോ? സ്വത്ത് ശരിയായി കൈകാര്യം ചെയ്യുന്നുണ്ടോ? കോടതി ഒരു സമിതിയെ നിയോഗിച്ചു. നിലവറകൾ തുറന്ന് പരിശോധിക്കണം. B മുതൽ F വരെ തുറന്നപ്പോൾ തന്നെ ലോകം ഞെട്ടി. 1,00,000 കോടിക്കും മേലെ. സ്വർണ്ണ നാണയങ്ങൾ, ഹീരകമാലകൾ, ആനക്കൊമ്പുകൾ സ്വർണത്തിൽ പൊതിഞ്ഞത്, 18 അടി നീളമുള്ള സ്വർണ്ണ ആനകൾ, നെപ്പോളിയൻ കാലത്തെ നാണയങ്ങൾ, റോമൻ സ്വർണം. സമിതി അംഗങ്ങൾ വിറയ്ക്കുന്ന കൈകൊണ്ട് രേഖകൾ എഴുതി. അവരിലൊരാൾ പറഞ്ഞു, ഞങ്ങൾ ചരിത്രത്തിലൂടെ നടക്കുകയായിരുന്നു. എന്നാൽ വോൾട്ട് എ ഇന്നും തുറന്നിട്ടില്ല. ആ വാതിലിൽ നാഗബന്ധം കൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രമുണ്ടെന്ന് പറയപ്പെടുന്നു. അതൊരു സ്വർണ്ണവാതിലാണ്. പുറത്തു ഒരു പൂട്ടില്ല, ഒരു കീഴ്വഴക്കവുമില്ല. ചിലർ പറയുന്നു ആ വാതിൽ മന്ത്രം കൊണ്ടടയ്ക്കപ്പെട്ടതാണ്. ചിലർ പറയുന്നു അതിനകത്ത് ഇനിയും 1,00,000 കോടി കൂടിയുണ്ടെന്ന്. ആ ഉത്തരം ആർക്കും അറിയില്ല. ഒന്ന് ചിന്തിക്കൂ, ഈ സമ്പത്ത് ആരും ഒരിക്കലും ഉപയോഗിക്കുവാൻ ശ്രമിച്ചില്ല. അധികാരമുണ്ടായിരുന്നിട്ടും ശക്തിയുണ്ടായിരുന്നിട്ടും. കാരണം ഒന്നു മാത്രം, ഇത് ഞങ്ങളുടേതല്ല എന്ന ബോധ്യം. ഒരു ജനത ദൈവത്തിലേൽപ്പിച്ച വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവ് സൃഷ്ടിച്ചു. ആ ഖജനാവ് ആരും കൊള്ളയടിച്ചില്ല. കാരണം കൊള്ളയടിക്കാൻ ആർക്കും മനസ്സു വന്നില്ല. ലോകചരിത്രത്തിൽ ഇതൊരു അപൂർവ കാഴ്ചയാണ്. വോൾട്ട് എ ഇന്നും നിശബ്ദമാണ്. ആ ഇരുട്ടിനകത്ത് എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷേ അതൊരിക്കലും അറിയേണ്ടതില്ലായിരിക്കും. ചില രഹസ്യങ്ങൾ തുറക്കുമ്പോൾ കൂടുതൽ ചെറുതാകും.
അടഞ്ഞിരിക്കുമ്പോൾ അതൊരു നാഗരികതയുടെ ആത്മാവാകും. ആ വാതിൽ കേരളത്തിൻ്റേതാണ്. ആ നിധി നമ്മുടേതാണ്. ആ രഹസ്യവും